ഹായ് ഓൾ, വെൽക്കം ടു ലിറ്ററൽ ഏജ് ഓൺ. അപ്പോൾ റെയിൽവേയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തതല്ലേ അല്ലെ? അപ്പോൾ റെയിൽവേ ഇപ്പം പുറത്തിറക്കിയ എന്താണെന്ന് വെച്ചാൽ RRB ജെഇ CBT-2ന്റെ എക്സാം ഡേറ്റ് അവർ റീഷെഡ്യൂൾഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടീസ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ കയറി മുംബൈയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ RPF കോൺസ്റ്റബിൾ പറഞ്ഞതുപോലെ നടക്കണം. ALP എന്താ 19-നും 20-നും തന്നെ ALP കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. CBT-2 ജെഇ എന്ത് ചെയ്തു, CBT-2 റീഷെഡ്യൂൾഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ദ റിവൈസ്ഡ് ഡേറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. ഓക്കെ, അപ്പൊ ALPയുടെ ജെഇയുടെ എന്താ റിസൾട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറെ പേര് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുറെ പേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക. വൺസ് അവര് റിവൈസ്ഡ് ഡേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താ ആ ഒരു ഡേറ്റിന്റെ 10 ദിവസം മുന്നേ എന്താ നിങ്ങൾക്കത് എക്സാം സിറ്റ് എവിടെയാണ് നിങ്ങൾക്ക് കാര്യം അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ എക്സാം ഡേറ്റിന്റെ 4 ദിവസം മുന്നേ നിങ്ങൾക്ക് അവിടെ കോൾ ലെറ്റർ എന്താ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എനിവേ ഇന്നിപ്പോ വന്ന ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള റെയിൽവേയുടെ നോട്ടീസ് തന്നെയാണ്. അപ്പോ CBT-2ന്റെ എക്സാം ഡേറ്റ് റീഷെഡ്യൂൾഡ് ആയിരുന്നില്ല. ഏറ്റവും ഒരു പുതിയ ന്യൂസുമായിട്ടാണ് നമ്മളിപ്പോ വന്നുള്ളത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.